നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. 2019 ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങൾ മാറ്റി സ്ഥാപിക്കുന്നതിനായിട്ട് പുറത്തേക്ക് കൊണ്ടുപോയ സമയത്ത് ഇദ്ദേഹമായിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഈ അറസ്റ്റ് അത് കേസിൽ വലിയൊരു വഴിത്തിരിവാകുമെന്നും മോഷണത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ഇത് സഹായിക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അന്വേഷണം ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ മുൻ ഭരണസമിതിയിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. 2019 നടന്ന ഈ സ്വർണ്ണ മോഷണം അന്നത്തെ ഭരണസമിതി അറിഞ്ഞുകൊണ്ട് മറച്ചുവെച്ചതാണോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ കാലയളവിൽ നടന്ന എല്ലാ ഇടപാടുകളും SIT സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി അന്നത്തെ മറ്റ് ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. ഭരണതലത്തിൽ നടന്ന വീഴ്ചകളാണോ ഇത്തരമൊരു കവർച്ചയ്ക്ക് കളമൊരുക്കിയതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘം ഇപ്പോൾ ശ്രമിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ കേന്ദ്രബിന്ദു. സ്വർണ്ണപ്പാളികൾ കൈമാറുന്ന പ്രക്രിയയിൽ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ടതായിട്ടുള്ള ചട്ടങ്ങളിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ, ലംഘനങ്ങളൊക്കെ നടന്നതായിട്ട് സംശയിക്കപ്പെടുന്നു. പ്രത്യേകിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പണി ഏൽപ്പിക്കുന്നതിനുള്ള പ്രാരംഭ തീരുമാനവും പിന്നീട് അതിൽ വരുത്തിയ മാറ്റങ്ങളും നിഗൂഢത വർദ്ധിപ്പിക്കുന്നതാണ്. ഈ മാറ്റങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും ഇതിന് പിന്നിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നത് കണ്ടെത്താനായിട്ട് രേഖകൾ സഹിതമുള്ള വിശദമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള കരാർ ലഭിച്ച സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിയുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കമ്പനിയുടെ CEO പങ്കജ് ഭണ്ഡാരിയെ പ്രത്യേക അന്വേഷണ സംഘം ഇതിനോടകം തന്നെ പ്രാഥമിക ചോദ്യം ചെയ്യലിനെ വിധേയമാക്കിയിട്ടുണ്ട്. കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഈ ഒരു നീക്കം. ഏതായാലും വരും ദിവസങ്ങളിൽ കമ്പനിയിലെ മറ്റ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യും. സ്വർണം മോഷ്ടിച്ച ശേഷം അത് എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ റൂട്ട് മാപ്പ് തയ്യാറാക്കാനാണ് SIT ഇപ്പോൾ നിലവിൽ ശ്രമിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉന്നയിച്ച അന്താരാഷ്ട്ര ബന്ധങ്ങളെക്കുറിച്ചുള്ള ആരോപണത്തിലൂടെയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ 500 കോടി രൂപയുടെ പുരാവസ്തു കടത്ത് മാഫിയ ഉണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊഴി. ഈ ആരോപണത്തെ ശരിവെക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഇപ്പോൾ ഒരു പ്രമുഖ വിദേശ വ്യവസായിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ടെലിഫോണിക് സംഭാഷണത്തിലൂടെ SIT ഈ വ്യവസായിയുടെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തി. പുരാവസ്തു കടത്ത് സംഘത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ഇദ്ദേഹം കൈമാറിയതായിട്ടാണ് സൂചന. നിലവിൽ P ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഈ കേസുമായി മുന്നോട്ട് പോകുന്നത്. വിദേശ വ്യവസായിയുടെ നേരിട്ടുള്ള മൊഴിയെടുക്കുന്നതോടെ കേസിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങാനാണ് സാധ്യത. മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെയാണ് വിറ്റഴിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൂടി ഇവിടെ കണക്കിലെടുത്ത് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ബോർഡ് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ ബന്ധമുള്ളവരുടെയും ഒക്കെ തന്നെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സാധാരണ മോഷണ കേസിൽ നിന്നും കോടികളുടെ പുരാവസ്തു കള്ളക്കടത്ത് കേസിലേക്ക് ഈ അന്വേഷണം ഇപ്പോൾ വഴിമാറുകയാണ്.